നമ്മളൊരു ചായ കുടിക്കണം. രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതേ ഇവിടെ ഒരു ദാവ രണ്ടാന്ന് ആക്രാന്ത മുഹൂർത്ത് ഒക്കെ അമ്മ തീർത്തിട്ടോ. പിടിച്ചിട്ടതാണ് മണിക്കൂറുകളോളം ഇവിടെ ഇങ്ങനെ പിടിച്ചിടും. നല്ല കൃഷിസ്ഥലാണ്. ഇതേ വെള്ളം, കൃഷിസ്ഥലത്തേക്ക് വെള്ളം ഒഴുകുന്ന ഒരു ചെറിയ കനാലുണ്ട്. നല്ല ലാൻഡ് സ്ലൈഡ് ഉള്ള ഏരിയ കൂടിയാണ് നമ്മൾ പോകുന്നത്. ബാങ്കോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കയറാൻ പോവാണ്. നമസ്കാരം. അപ്പോൾ നമ്മളെ കാശ്മീരിലേക്കുള്ള യാത്രയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ അമൃത്സറിലാണ്. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് പത്താൻകോട്ടേക്കാണ്. അതാണ് വെയിലാണ്. ഞങ്ങൾ 7:30 ആയി. ഞങ്ങൾ റൂം ഇന്നലെ പഞ്ചാബിൽ 2 ദിവസത്തേക്ക് എടുത്ത റൂം വെക്കേറ്റ് ചെയ്തു. രാവിലെ വെക്കേറ്റ് ചെയ്തു. ഒരു 6:30 വെക്കേറ്റ് ചെയ്തു. ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങൾ പെട്രോൾ അടിച്ചു. ഏകദേശം ഫുൾ ടാങ്ക് നമ്മൾ അടിച്ചില്ല. അപ്പം 97 ആണ് പെർ ലിറ്റർ വരുന്നത്. അപ്പം ഈ നേരെ പത്താൻകോട്ടേക്ക് ഒരു 2-2.5 മണിക്കൂർ കാണും. പത്താൻകോട്ടേക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പത്താൻകോട്ടല്ല നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് ബനിഹാളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എത്രത്തോളം നമുക്ക് ഓടിയെത്താൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഒരു 7-7.5 മണിക്കൂർ ഓട്ടോ ഉണ്ട്. അപ്പം നമ്മൾ നേരെ പോകണം. ഈ റോഡിലാണ് നമ്മൾ പോകുന്നത്. നല്ല റോഡാണ്. തൊട്ടടുത്തൊരു ടോൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് പോയാലോ? അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കയറി കാണുക. നിങ്ങളുടെ കേരള ടു കാശ്മീർ ട്രിപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങളെ കമൻസ് ആയിട്ട് ഇടുക. അപ്പോൾ നേരെ പോവാണ് പത്താൻകോട്ട് ആദ്യം, അത് കഴിഞ്ഞ് നേരെ ബനിഹാൾ. അപ്പം നമ്മളൊരു ചായ കുടിക്കണം. രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ഇവിടെ ഒരു ദാവ കണ്ട്. കുറേ നേരം റെസ്റ്റോറൻ്റ് ഒക്കെ നോക്കുന്നു. ഒന്നും തുറന്നിട്ടില്ല രാവിലെ ആയതുകൊണ്ട്. നല്ല വെയിലാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ റൂമിൽ നിന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് കുറച്ച് ഞങ്ങൾ പാർസൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് ബ്രെഡും വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചതുണ്ട്. ഇതാ കണ്ടില്ലേ, ചിക്കൻ കറിയുണ്ട്, പൊരിച്ചതുണ്ട്, പിന്നെ അതേ ബന്നുണ്ട്, കുറച്ച് ബ്രെഡും ഉണ്ട്. അപ്പം ഞങ്ങൾ ചായ വാങ്ങിച്ചിട്ടുണ്ട്. ചായ ഇതേ വണ്ടീൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പം ചായ കുടിക്കട്ടെ, വിശക്കുന്നു. വേണ്ട, കുഴപ്പമില്ല. അപ്പോൾ ശരി, ഇത് ഫിനിഷ് ചെയ്യട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇനി പിടിക്കുകയാണ്. ബനിഹാൾ ലക്ഷ്യമാക്കി 3:05 എത്തുന്ന പറയുന്നത് ഇതിനകത്ത്. പക്ഷേ നമ്മളിങ്ങനെ നിർത്തി വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ എന്തായാലും ഒരു 4-4:30-5 മണിയൊക്കെ ആവും. ബനിഹാൾ റൂമൊക്കെ നല്ല കോസ്റ്റ്ലി എന്നാണ് കേട്ടത്. നോക്കട്ടെ, ഓൺലൈനൊക്കെ നോക്കിയിട്ട് വളരെ കുറച്ച് റൂമുള്ളൂ. ഒരു 278 കിലോമീറ്റർ പോകാനുണ്ട്. ശ്രീനഗർ പിടിച്ചു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടി നിർത്തി പോകുള്ളൂ കേട്ടോ. കാരണം ഇടയ്ക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുള്ളൂ. വണ്ടിയുടെ സൈഡാക്കി. ഇപ്പോഴും പഞ്ചാബ് തന്നെയാണുള്ളത്. അപ്പം ബനിഹാളിൽ ഇനി 200 കിലോമീറ്ററിന് മുകളിലുണ്ട് ഓടാനായിട്ട്. നല്ല കൃഷിസ്ഥലമാണ്. ഇതേ വെള്ളം, കൃഷിസ്ഥലത്തേക്ക് വെള്ളം ഒഴുകുന്ന ഒരു ചെറിയ കനാലുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ പാടമാണ്. കണ്ടോ, കുറേ കണ്ണത്താ ദൂരത്ത് വരെ പാടമാണുള്ളത്. നെൽപ്പാടാണ്. നെൽകൃഷിയാണ് ഇവിടെ മുഴുവൻ ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് രണ്ടാമത്തെ ടോളാണ് ഇന്ന് കിട്ടുന്നത്. ഇത് പത്താൻകോട്ട് അമൃത്സർ ടോൾ റോഡാണ്. അതായത് ഈ ടോള് കഴിഞ്ഞാൽ പത്താൻകോട്ട് അമൃത്സർ റോഡാണ്. നമുക്ക് നേരത്തെ നമുക്ക് കിട്ടിയ എത്രയാ? 115 ആണ്. ഇപ്പൊ അത് എത്രയാണെന്ന് അറിയില്ല. ഞാൻ അവിടെ എമൗണ്ട് നോക്കിയില്ല. യെസ്, ഓപ്പൺ ആയിരിക്കുകയാണ്. ഫാസ്റ്റാഗ് ഇങ്ങനെ നിറയ്ക്കുക, ഫാസ്റ്റാഗിന് ഇങ്ങനെ പോവുക. മഹാരാഷ്ട്രയിൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടോള് പോയെന്ന് തോന്നുന്നു. 1000ന്റെ മുകളിൽ ടോള് പോയിട്ടുണ്ട്. മഹാരാഷ്ട്ര ടു പഞ്ചാബ്. പത്താൻകോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കയറാൻ പോവാണ്. പത്താൻകോട്ട് നമുക്ക് ടച്ച് അധികം പോവാം. പക്ഷെ നമ്മൾ പത്താൻകോട്ട് പോവാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ തണുപ്പിനിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹാൻഡിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലൊക്കെ എവിടുന്ന് വാങ്ങിക്കാനാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പം നമ്മൾ നേരെ ഒന്ന് ജസ്റ്റ് ഒരു 4 കിലോമീറ്റർ ഇനിയുള്ളൂ പത്താൻകോട്ടേക്ക്. നമ്മളെ പത്താൻകോട്ടുള്ള വിശാൽ മാർട്ട് വന്നാണ്. അത്യാവശ്യം വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കുറേ തീരാറായി. അപ്പം എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കൊണ്ട് ഇവിടെയുള്ള ഈ മാളുടെ പേരെന്തായിരുന്നു? വിശാൽ മാർട്ട്. മാളല്ല, മാളിൻ്റെ അകത്തുള്ള അതെ വിശാൽ മാർട്ട് എന്ന് പറഞ്ഞത്. ഡ്രസ്സൊക്കെ ചീപ്പാണ് ഇവിടെ. നോക്കട്ടെ, എന്താ വെച്ചാൽ നമ്മൾ ടീഷർട്ട്
ടീഷർട്ട് വാങ്ങിച്ചു. ഫുൾ സ്ലീവ് ടീഷർട്ടും വേറെ അമ്മൂന് ഡ്രസ്സൊന്നും ഇഷ്ടമായില്ല. ഡയറി മിൽക്ക് ഒന്നല്ല രണ്ട്. ഒരു ശോകമാളാണേ. നമ്മളെ നാടൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഭയങ്കര ചൂടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നു, പക്ഷെ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഡൊമിനോസിൽ കയറി മാളിൽ തന്നെയുള്ള, കാരണം ഉച്ചക്കത്തെ ഫുഡ് പിന്നെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു പിസ്സ പാർസൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡൊമിനോസ് ഒരു നോർമൽ ഏതാ പിസ്സ പറഞ്ഞ നമ്മള് ചിക്കൻ ഫിയസ്റ്റ അത് പറഞ്ഞിട്ടുണ്ട്, അവർ റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ ഡൊമിനോസിലാണുള്ളത്. രണ്ടാമത് ആക്രാന്ത മുഹൂർത്ത് ഒക്കെ അമ്മ തീർത്തിട്ടോ. ഇപ്പൊ കൊള്ളായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് പത്താൻകോട് ടൗൺ കേട്ടോ. മാർക്കറ്റാണ്, നല്ല തിരക്കാണ്. നിങ്ങൾക്ക് ഇവിടെ കാശ്മീരിൽ പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഹുഡീസ് അല്ലെങ്കിൽ ജാക്കറ്റ്, ഗ്ലൗസ്, നല്ല തണുപ്പുള്ള സമയത്തേക്കാണ് പോകുന്നെങ്കിൽ ബെറ്റർ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ശ്രീനഗറിലൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വില പേശിയിട്ട് വാങ്ങാം. 1000 അവർ പറഞ്ഞാൽ നമ്മളൊരു 400 പറയും. നമ്മളങ്ങനെ ആകെപ്പെട്ടത്, കാരണം നമ്മുടെ പഞ്ചാബിൽ നിന്ന് ഇറങ്ങി ജമ്മു കയറിയതിനു ശേഷം നമുക്ക് ഗൂഗിൾ മാപ്പ് വർക്കായില്ല. നമ്മുടെ നെറ്റില്ലല്ലോ. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പ്രീപെയ്ഡ് സിം ഒന്നും വർക്കായി. ഞങ്ങൾക്ക് അറിയായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ഒരു പ്രീപെയ്ഡ് എടുക്കാനുള്ള ലൈനിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് മാപ്പ് കട്ടായി, ഞങ്ങൾ റോങ് റൂട്ടിൽ വന്നതെന്ന് തോന്നുന്നു, അറിയില്ല. ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ചോദിച്ച് പോവാണ്. കാരണം നമുക്ക് രാത്രിക്ക് മുമ്പേ ബനിഹാൾ എത്തണം, എന്നാലും നമുക്ക് റൂമൊക്കെ എടുത്തൊന്ന് സെറ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പം ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. നോക്കട്ടെ, ഇനി ഇങ്ങനെ ചോദിച്ച് പോകണം കുറച്ച്. കാരണം റോഡ് ഫുള്ള് വർക്ക് നടക്കുകയാണ്. കഴിഞ്ഞാൽ സൈൻ ബോർഡൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ജമ്മുവിലാണുള്ളത്, ജമ്മു ടൗണിലാണുള്ളത്. ജമ്മു ടൗണിൽ നിന്ന് ഇനി ഞങ്ങൾ ബനിഹാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ ഉണ്ടെന്നാണ് ചോദിക്കുന്നവരൊക്കെ പറയുന്നത്. സമയം ഏകദേശം 2:30 നോക്കട്ടെ, പോയി നോക്കട്ടെ എന്തൊക്കെയാവുന്നു. ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കലാണ്. ജമ്മു കയറി ജമ്മുന്ന് എങ്ങനെയാട്ടോ വരുന്നത്, ശ്രീനഗറിലേക്ക് ഇട്ടോ വരുന്നത്. കാശ്മീർ എത്തിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അടിപൊളി, നല്ല എന്താണ് നമ്മൾ സിനിമയിലും ചിത്രങ്ങളിലൊക്കെ കാണുന്നത് നല്ല സീനറി ആയിരിക്കും അല്ലേ. അപ്പം എയർടെലിന്റെ സിം എടുത്തു കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രീപെയ്ഡ് സിം കാർഡ് ഇവിടെ വർക്ക് ആവില്ല. അപ്പം നമ്മൾ ഒന്നുകിൽ നാട്ടിൽ നിന്ന് പോസ്റ്റ് പെയ്ഡ് എടുത്തിട്ട് വരണം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പ്രീപെയ്ഡ് എടുക്കണം. ഏത് പ്രീപെയ്ഡ് എടുക്കണം. ഞാൻ ഇപ്പോൾ എടുത്തത് എയർടെലിന്റെ പ്രീപെയ്ഡ് ആണ്. നമ്മളെ വരുന്ന വഴിക്ക് ശ്രീനഗറിലേക്കുള്ള വഴിക്ക് നിറയെ ലോറികളൊക്കെ ഒന്നും ഓടുന്നില്ല കേട്ടോ, എല്ലാം പിടിച്ചിട്ടേക്കുന്നതാണ്. കിലോമീറ്റർ കണക്കിനാണ് ലോറികൾ നിർത്തിയിട്ടേക്കുന്നുള്ളത്. ഇതിപ്പം നമ്മൾ നേരത്തെ ഒരു കൂട്ടം ലോറി കണ്ടു, ഇതിപ്പോ രണ്ടാമതാണ് കേട്ടോ. കാരണം ഇപ്പൊ ലോറി ഡ്രൈവർമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പോകുന്നവരൊക്കെ കുറച്ച് കഷ്ടം തന്നെ. കാരണം പിടിച്ചിട്ടതാണ് മണിക്കൂറുകളോളം ഇവിടെ അങ്ങനെ പിടിച്ചിടും. കണ്ടോ, കിലോമീറ്റർ കണക്കിനാണ് ലോറി ഉള്ളത്. ഓരോന്നും ഓരോ ട്രാൻസ്പോർട്ടേഷൻ, ഓരോ കാർഗോ അതും ഇതൊക്കെ ആയിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാവും. പല ടൈപ്പ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നല്ല ലാൻഡ് സ്ലൈഡ് ഉള്ള ഏരിയ കൂടിയാണ് നമ്മൾ പോകുന്നത്. അതായത് റോഡിന്റെ സൈഡിലേക്കൊക്കെ ചെറിയ കല്ലൊക്കെ അവിടെ പുറത്തൊക്കെ വീണിട്ടുണ്ട്. കണ്ടോ, കല്ലൊക്കെ ഇങ്ങനെ വീണിട്ട് ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്യാമപ്രസാദ് മുഖർജി ടണൽ വഴിയാണ്. ഏകദേശം 4 കിലോമീറ്റർ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടോട്ടൽ എത്രയാണെന്ന് അറിയില്ല.
അടിപൊളി ടണലാണ്. നല്ല എന്താ പറയുക, ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് സൂപ്പറാണ്. ഒരുപാട് പഴക്കമൊന്നുമില്ല. 5 കിലോമീറ്റർ അടുത്തായി നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് ടണൽ വഴി, എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. എനിക്കൊന്ന് ഇനി ഒരു 5 എണ്ണം തോന്നുന്നുണ്ടോ, അതിൽ കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളെ അങ്ങനെ ചെനാബ് റിവർ എൻ്റെ അടുത്തുകൂടി ഇങ്ങനെ പോയിക്കൊണ്ട് കാണുന്ന റിവർ നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പുറത്ത് കാണിച്ചിട്ടുണ്ടോ, ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ശ്രീനഗർ എത്താൻ ഇനി ഒരു 130 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ചെനാബ് റിവറിൻ്റെ അടുത്തുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി, കാരണം ആ വരുന്ന വഴി കുറേ നേരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെനാബ് റിവർ സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട്. അതിൻ്റെ 2 സൈഡിലും മലകളും നടുക്കൂടി ചെനാബ് റിവറും വരുന്ന ഒരു കാഴ്ച അടിപൊളിയാണ്. ശ്രീനഗർ എത്താൻ ഇനി ഞങ്ങൾക്ക് ഒരു 140 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി കേരളത്തിൽ നിന്ന് ഇതാ കാശ്മീർ എത്തിയിരിക്കുകയാണ്. വണ്ടി ഞങ്ങൾ ഇന്ന് കഴുകും, അല്ലെ നാളെ കഴുകണം കേട്ടോ. നമ്മളൊരു വാഷിംഗ് നോക്കണം എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. അപ്പം നാളെ നമുക്ക് വണ്ടി ഒന്ന് കഴുകണം. ഫ്രണ്ട്സ്, അങ്ങനെ അവസാനം 11 മണിക്ക് നമ്മൾ കാശ്മീർ എത്തി. രാത്രി 11 മണിയായി. ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തുമെന്ന് വിചാരിച്ചതല്ല, ഞങ്ങൾ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞങ്ങൾ ഓടിച്ചിവിടെ എത്തി. ഏകദേശം 8-9 മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇന്ന് അമൃത്സറിൽ നിന്ന് ഡയറക്റ്റ് ജമ്മുവിൽ പോയി, ജമ്മുവിൽ നിന്ന് നേരെ നമ്മൾ ശ്രീനഗർ എത്തി. ഇന്ന് നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചതിൻ്റെ പക്ഷേ നടന്നില്ല. നമ്മൾ ഇവിടെ തന്നെ എത്തി. അവസാനം ശ്രീനഗറിൽ എത്താമെന്ന് വിചാരിച്ച് അങ്ങനെ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തു. അപ്പോൾ നമ്മൾ ദാൽ ലേക്കിൻ്റെ അടുത്താണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അടിപൊളി റൂമാണ്. ഞാൻ കാണിച്ചു തരാം റൂം. ഇതാണ് നമ്മൾ കയറി വരുന്ന എൻട്രൻസ്. അപ്പം ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇപ്പം ഇവിടെ വെച്ചാണ് കേട്ടോ. പിന്നൊരു TV ഉണ്ട്. ഇത് വിൻഡോ ആണ് കേട്ടോ. പിന്നൊരു ബെഡ് ഇവിടെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി, എനിക്കിവിടെ ഇഷ്ടമായത് നല്ല ബാത്റൂമാണ് ഇഷ്ടമായത്. നല്ല വിശാലമായ ബാത്റൂമാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും ട്രിപ്പിലെടുത്തതിൽ ഏറ്റവും വലിയ ബാത്റൂമാണിത്. എനിക്ക് ബാത്റൂം നല്ല ഇഷ്ടമായി. അടിപൊളി ബാത്റൂം. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നല്ല ടയർഡാണ്. നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം, കുളിക്കണം, റെസ്റ്റ് എടുക്കണം. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ബൈ, ടാറ്റാ. നാളെ ഞങ്ങൾ എവിടേക്ക് പോകും, ഇവിടെ വാലീസൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ദാലിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. 2-3 ദിവസം ഞങ്ങളിവിടെ ശ്രീനഗർ ഉണ്ട്. അപ്പം ശ്രീനഗറിലത്തെ കാശ്മീരത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെയും ബൈ.